ഹലോ ഗൈസ്, വെൽക്കം ടു വാക്ക് വിത്ത് വിൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ മൂന്നാർ ഇടുക്കി വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വ്ളോഗിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞതുപോലെ റിസോർട്ടിൻ്റെ ഒരു ഫുൾ ടൂറ് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ വന്ന് കയറുന്നത് മുതലുള്ള വീഡിയോ ആണ് ഇതിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. ഞങ്ങൾ വന്ന് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ ബെഡ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ ഫുൾ റൂമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പെർഫെക്റ്റ് ഓക്കെ, ഭയങ്കര ഹാപ്പിയായി കണ്ടപ്പോൾ തന്നെ. ആക്ച്വലി ഞങ്ങൾ ഈ റിസോർട്ടിലേക്ക് തന്നെ വരാനായിട്ട് കാരണക്കാരിയായിട്ടുള്ള ഒരാളായിരുന്നു ലക്ഷ്മി, ഡിവോൻ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആളുടെ അടുത്ത് ഞങ്ങളിങ്ങനെ വേറൊരു ട്രിപ്പിൽ പ്ലാൻ ചെയ്തതാണ് മൂന്നാർക്ക് പോകുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ആൾ പറഞ്ഞു മൂന്നാർക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേയുടെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട, ഞങ്ങളുടെ ഒരു റിസോർട്ട് ഉണ്ട് അവിടെ ചെന്ന് എൻ്റെ പേര് പറഞ്ഞാൽ മതി, ബാക്കി ഓൾ സെറ്റായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, എല്ലാം ടൈറ്റാണ് സെറ്റ് ചെയ്ത് മൂന്നാറിലേക്ക് പറന്നു എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇത്രയും ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുമാതിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു. അൺസഹിക്കബിളായിട്ടുള്ള തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നടക്കാൻ ഒരു വൈബൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈവനിങ് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി ഈ ട്രിപ്പ് ഫുള്ള് മഴയായിരിക്കുമെന്ന്. പക്ഷേ ഈ സമയമായപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞു, മഴ പോയി എന്ന് തന്നെ വേണം പറയാൻ. ക്ലൈമറ്റൊക്കെ നല്ല കാമായി, നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു നൈറ്റായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആ എസ്തെറ്റിക് ആയിട്ടുള്ള ലൈറ്റ്സും ഫ്ലവേഴ്സും എല്ലാം കൊണ്ട് തന്നെ നല്ല നല്ല രസമുണ്ടായിരുന്നു. ഒരു ക്ലാസ് ആൻഡ് കോസി പ്ലേസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വൈബായിരുന്നു കേട്ടോ അവിടെ പോയപ്പോൾ. ഫുൾ അങ്ങനത്തെ സിറ്റിങ്സ് ആയിരുന്നു. കാരണം അതവർ മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്കൊക്കെ കയറിയിട്ട് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തേക്കണതെന്നൊക്കെ നോക്കി. ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിലാണ് ഫുള്ള് വിറകും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കണേ. പക്ഷെ അന്ന് മഴ ആയതുകൊണ്ട് തന്നെ ഫുള്ള് നനഞ്ഞിരിക്കണ കാരണം ക്യാമ്പ് ഫയറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി. പക്ഷേ എന്നാലും ഞങ്ങൾ ബാക്കിയെല്ലാതും കൊണ്ട് തന്നെ സംതൃപ്തരായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ നിന്നിട്ട് ആ ലീവ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഇടയോടെ ആ ലൈറ്റ്സും കൂടി ആയപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. നനവുള്ള സ്ഥലത്ത് ഇവളിങ്ങനെ ഓടി കളിക്കണം കണ്ടപ്പോൾ എനിക്ക് വഴിക്ക് വിടുന്നത് നല്ല ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ ഒരു പോർഷൻ ഫുള്ള് അവിടെ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം നിന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്പേസ് തന്നെയാണ്. ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടി മുകളിലേക്കും ഉണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി. സേർക്കുട്ടി കഷ്ടപ്പെട്ട് മുകളിലേക്ക് ആഞ്ഞു വലിച്ച് കോണിപ്പടി പതുക്കെ ചവിട്ടി കയറാണ് കേട്ടോ. ഇവളുടെ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ നല്ല സന്തോഷമാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ സാധാ ദിവസങ്ങളിൽ ഒരിക്കലും ഇവളുടെ ഒപ്പം ഇങ്ങനെ അധികം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ടൈം കിട്ടാറില്ല ജോലിയുള്ള കാരണം കൊണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോൾ അവളുടെ ഒപ്പം കുറേ നേരം കളിക്കാനും അവളുടെ ഒപ്പം ഇരിക്കാനും ഒക്കെ സമയം കിട്ടാറുണ്ട്. പിന്നെ സേർക്കുട്ടി നടപ്പായി. ഇനി കുറച്ച് നേരം ഇങ്ങോട്ടൊക്കെ നടക്കാം, റോഡിൽ നടക്കണ പോലെ ഓരോ വഴിയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഒരു ബേബീനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഓരോ വീട്ടിലും കയറിയിട്ട് ബേബി ഉണ്ടോ നോക്കി നടക്കായിരുന്നു. അപ്പോൾ ഇത് കുഞ്ഞൊരു ബേബി വേറെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ പിന്നാലെ ആയിട്ടാൾ. എനിക്ക് പേടിയായിരുന്നു ഇവർക്കൊക്കെ ഇത് ഇഷ്ടമാവും ഇവളുടെ ഹോളിയും ബഹളമൊക്കെ എന്ന്. പക്ഷെ ആരും ഇങ്ങനെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഉണ്ടായിരുന്നു ഓരോ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിലെത്തിയപ്പോൾ ഈ നക്ഷത്രങ്ങളും ചന്ദ്രനൊക്കെ നമ്മളുടെ ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കണ പോലെ എനിക്ക് തോന്നിയത്. നമ്മൾ ആകാശത്തിൻ്റെ ഭയങ്കരമായിട്ട് അടുത്തായ പോലെ തോന്നി. കാരണം ഇത്രയും ഉയരത്തിൽ നിൽക്കുകയാണല്ലോ, അതുകൊണ്ടായിരിക്കണം. സേർക്കുട്ടി ഉണ്ണിയുടെ പിന്നാലെ തന്നെ കിടന്ന് നടപ്പായിരുന്നു. പിന്നെ ഉണ്ണി ആ വീട്ടിലോട്ട് കയറി പോയപ്പോൾ ആൾ ഒന്ന് വിഷമിച്ചു. എന്നാലും ചാറ്റിയും ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്ത് ഉണ്ണിനെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഡോറയുടെ പ്രയാണം എന്ന് പറയുന്ന പോലെ സേർക്കുട്ടിയുടെ പ്രയാണം എന്ന് വേണം പറയാനായിട്ട്. ആളിങ്ങനെ നടത്തം തന്നെയായിരുന്നു. ഒരു എന്താ പറയുക ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ പിന്നെ ഓരോരോ സ്പേസിനും അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു ഹൊറിസോൺ വില്ല, പിന്നെ ഇപ്പോൾ ഇവിടെ ഫാമിലി കോട്ടേജ്, ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഓരോരോ സ്പേസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊന്നുമല്ല, ഇനിയും കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. അവിടത്തേക്കൊന്നും ഞങ്ങൾ പിന്നെ പോയില്ല. പിന്നെ ഇനി പോയി വേഗം എടുക്കാമെന്ന് വിചാരിച്ചു. സേർക്കുട്ടിക്കും അത്യാവശ്യം നടന്ന് നല്ല ക്ഷീണമായിട്ടുണ്ടെന്ന് തോന്നി. കുറച്ച് സ്പേസ് ഞങ്ങളുടെ റൂമിൽ നിൽക്കുമ്പോൾ താഴത്തേക്ക് ഇങ്ങനെ കാണാമായിരുന്നു. അങ്ങനെ നോക്കി ഞങ്ങൾ
തൃപ്തിയടഞ്ഞു എന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ പതുക്കെ ഞങ്ങളുടെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. സേർക്കുട്ടിക്ക് ഇപ്പോഴും മടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് നൈസായിട്ട് മടുത്തു തുടങ്ങി. ഇനി എന്തായാലും റൂമിലൊക്കെ കയറി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ റൂമിൻ്റെ നമ്പർ 404 ആയിരുന്നു. അതിങ്ങനെ ഞാൻ എവിടെ പോയാലും ആ നമ്പർ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളിതേ പോവാനായിട്ട് റെഡി ആയിട്ടാണ്. അപ്പോൾ ഈ പകൽ ലൈറ്റിൽ എങ്ങനെയാണ് നമ്മുടെ റിസോർട്ടും കാര്യങ്ങളെന്ന് അറിയാനായിട്ട് ഓടിപ്പോയിട്ടെന്ന് ഞങ്ങൾ ഒരു ഓട്ടപ്രദർശനം എന്ന് പറയില്ലേ, അങ്ങനെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഒന്ന് വേഗം മുകളിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ടൂറിൻ്റെ ഹാൾ ഇതേ ഫ്രണ്ടിൽ നടക്കുന്നതാണ്. സേർക്കുട്ടി ആയിരുന്നു മെയിൻ ആൾ. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിങ്ങനെ ഉള്ളിലേക്ക് നടത്തായിരുന്നു. സേർക്കുട്ടിയുടെ ഈ നടത്തവും ഇതൊക്കെ ഇപ്പോൾ വീണ്ടും ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കാണുമ്പോൾ എന്തോ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം എന്തൊരു വേഗം സേർക്കുട്ടി ഇത്രയും വലുതായത് എന്ന് എനിക്ക് തോന്നി. കാരണം ഉണ്ണി ഉണ്ടായതായി എനിക്ക് ഓർമ്മയുള്ളൂ, അപ്പോഴേക്കും 2 വയസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ വലുതായി വരുമല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. ഞാൻ രാത്രി കണ്ട ബോഗൺവില്ലേനെ ഇപ്പോൾ കാണാനായിട്ടാ കൂടുതൽ ഭംഗി എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൂന്നാറിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കാണാമായിരുന്നു. ആ രാത്രിയത്തെ ലൈറ്റിലത്തെ ആ ഫ്ലവേഴ്സും ലീവ്സും എല്ലാം കാണാനായിട്ട് പകലത്തേക്കാളും ഭംഗി രാത്രി തന്നെയായിരുന്നു കേട്ടോ. ആ ലൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്ലേസ് രാത്രിയാണ് ഇഷ്ടമായത്. അങ്ങനെ ഞങ്ങളിത് റൂമിലേക്ക് പോയി പെട്ടിയും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ബാക്കിയുള്ള ഡേ 2 എല്ലാ കാര്യങ്ങളും മൂന്നാറിൻ്റെ വൈബ്സും കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.